ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ക്യാപ്പച്ചിനോ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 5 രൂപയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2.5 ടീസ്പൂൺ ഉണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ബൗളായതുകൊണ്ട് ഇളക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കാൻ. ആദ്യം തന്നെ വെള്ളം കൂടുതൽ ചേർത്താൽ ഇത് ശരിയായിട്ട് കിട്ടില്ല. ഇതൊന്ന് മെൽറ്റായിട്ട് വരുന്ന വരെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തത്. ഈ ഒരു പാകമാണ് വേണ്ടത്. ഇത്രയും ക്രീം കൊണ്ട് നമുക്ക് 4 കപ്പ് കാപ്പിച്ചിനോ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ കൈകൊണ്ട് സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത അതേ അളവ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. നേരത്തെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്താണ് ചെയ്തത്. ഇതിൽ നേരിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ബീറ്ററിൻ്റെ ഒരു ഹുക്ക് എടുത്ത് മാറ്റിയിട്ട് ഒരെണ്ണം വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ക്രീമായിട്ട് കിട്ടുന്ന വരെ ഇത് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരിഞ്ഞൊരു ക്രീമി പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കാം. ഇത് ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് കാപ്പിച്ചിനോ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കോഫി മിക്സ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുപ്പ് എത്ര വേണോ അത്രയ്ക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാപ്പിച്ചിനോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മീതിയായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് നടുവിലായിട്ട് കുറച്ച് പാലിൻ്റെ പതയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു വൈറ്റ് കളറിന് വേണ്ടിയിട്ട്. അതിന് ചുറ്റും കൊക്കോ പൗഡറിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴമ്പ് പരുവാക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ ചെയ്തത്. എന്നിട്ട് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തു. ഇപ്പോൾ കാപ്പിച്ചിനോ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.